സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഇടുക്കിക്കാരൻ ബിജു എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് വേറെങ്ങുമല്ല, നെടുങ്കണ്ടത്തുനിന്ന് പച്ചടിയിലേക്ക് വരുന്ന വഴിക്കാണ്. ഏകദേശം നെടുങ്കണ്ടത്തുനിന്ന് 2 കിലോമീറ്റർ ദൂരം ത്താണ് ഈ സ്റ്റേഡിയം. ഇപ്പം റീസെൻ്റായി നമ്മുടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പണികൾ ഇനി ഒരു 1-2 മാസത്തെ പണികളൂടെ ഉണ്ട്. അത് ഫ്ലോറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ തന്നെ യൂസ് ചെയ്യാൻ ആറാകും. അതുപോലെ തന്നെ ഈ സ്റ്റേഡിയത്തിൻ്റെ പേര് ദ്രോണാചാര്യർ KP തോമസ് മാഷിൻ്റെ പേരിലാണിത് ഈ ഇൻഡോർ സ്റ്റേഡിയം പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇടുക്കിക്കാരുടെ ചിരകാല സ്വപ്നം എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ കുട്ടികൾ മറ്റുള്ള ജില്ലകളിൽ പോയി വേണമായിരുന്നു കോമ്പറ്റീഷൻസിന് പങ്കെടുക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഇടുക്കിയുടെ സ്വന്തം സ്റ്റേഡിയം വന്ന സ്ഥിതിക്ക് അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 4000-ഓളം ആൾക്കാർക്ക് ഇരുന്ന് ഇതിൽ നടക്കുന്ന ഗെയിംസുകൾ കാണാനായിട്ടുള്ളൊരു സംവിധാനമുണ്ട്. അതുപോലെ തന്നെ 36 എനിക്കറിയാൻ കഴിഞ്ഞിടത്തോളം 36ഓളം ഗെയിംസ് ഇതിനകത്ത് പാർട്ടിസിപ്പേഷൻ ചെയ്യാം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട്, അതായത് ഫയർ എക്സിറ്റ്സ്, പിന്നെ എമർജൻസി വന്നാൽ ഹൈഡ്രൻ സിസ്റ്റം, സ്പ്രിങ്ക്ലർ സിസ്റ്റം, അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ്, അങ്ങനെയുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം നല്ല രീതിയിൽ തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്നു. ഇപ്പം നെടുങ്കണ്ടത്തു നിന്നാണെങ്കിൽ 2 കിലോമീറ്റർ ദൂരം, ഇപ്പോൾ തോപ്രാംകുടിയിൽ നിന്നാണെങ്കിൽ 16 കിലോമീറ്റർ ദൂരം ഒളിഞ്ഞോട്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഒരു കാരണവശാലും ഈ ഗവൺമെൻറ്റിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് അത് പറയാതെ തന്നെ ഞാൻ പറയണം. കാരണം അത് പറയാതെ പോകുന്നത് ശരിയല്ല. അതുപോലെ തന്നെ ഇതിന് ഉള്ളിൽ പാർക്കിങ്ങിനുള്ള സ്പേസ് ഏകദേശം ഒരു 50-60 വെഹിക്കിളിന്, അത് 4 വീലറിന് പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ബേസ്മെൻറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ തോപ്രാംകുടി നെടുങ്കണ്ടം മെയിൻ റോഡ് അതായത് ഹൈവേയോട് ചേർന്ന് തന്നെയുള്ള സ്ഥലത്താണ്. അപ്പോൾ അത് ഇങ്ങനെ കുട്ടികളാണെങ്കിലും വന്നു കഴിഞ്ഞാൽ, ദൂരങ്ങളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ബേസ്മെൻറ്റിലുള്ള പാർക്കിംഗ് ഫെസിലിറ്റി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ബൈ, സീ യു.